അത് ജയപ്രകാശ് നാരായണനെ മോചിപ്പിച്ചു, ജഗജീവൻ റാം, അടൽ ബിഹാരി വാജ്പേയി, ചന്ദ്രശേഖർ, മൊറാർജി ദേശായി, ഇവരെല്ലാവരും മോചിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് ഫെബ്രുവരി 6-ാം തീയതി 1977 ഫെബ്രുവരി 6-ാം തീയതി രാംലീല മൈതാനിയിൽ വെച്ചൊരു വലിയ സ്വീകരണം നൽകാൻ ഈ ആൻറ്റി എമർജൻസി ഗ്രൂപ്പ് തീരുമാനിച്ചു. വലിയ സ്വീകരണ യോഗം ആണ് വിളിച്ചത്. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു പരിപാടിയായിരിക്കും അത് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ സമ്മേളനത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് അന്ന് 1977 ഫെബ്രുവരി 6-ാം തീയതി ബോബി എന്ന് പറഞ്ഞ സിനിമ ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്തു. ആ സംഭവത്തെ ചരിത്രം വിളിക്കുന്നത് ബോബി ട്രാപ്പ് എന്നാണ്. അത് ഇന്ത്യയിലൊരു പ്രയോഗമാണ് ബോബി ട്രാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി നീക്കം വിജയിച്ചില്ല, വലിയ സമ്മേളനം നടക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനൊരു പ്രസിഡന്റ് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ദൂരദർശനം ഉപയോഗിച്ച് ഇത്തരം സിനിമകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ എതിരാളികളെ നിലംപരിശാക്കുക എന്നുള്ള തന്ത്രം ഇന്ത്യയിൽ ആദ്യം പരീക്ഷിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ഇത് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നാളൊരു കാലഘട്ടത്തിൽ നമ്മളിതിനെ കേരള സ്റ്റോറി ട്രാപ്പ് എന്ന് വിളിക്കുമായിരിക്കും.